ദുരന്തത്തിൽ മരണപ്പെട്ടവരെ അടക്കം ചെയ്ത പുത്തുമലയിൽ പുഷ്പാർച്ചന നടത്തിയാണ് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദുരന്തബാധിതർ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. അർഹരെയെല്ലാം ഉൾപ്പെടുത്തി പുനരധിവാസ വീട് നിർമ്മാണം ഉടൻ ആരംഭിക്കുക, ദുരന്തബാധിതരോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക, കടബാധ്യത എഴുതിത്തള്ളുക, കുടുംബങ്ങൾക്ക് 10 സെന്റ് ഭൂമി വീതം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ദുരന്തബാധിതരാണ് പ്രതിഷേധത്തിനെത്തിയത്. തങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ഓരോരുത്തരും വിവരിച്ചു. എൻ്റെ ഭർത്താവും മരണപ്പെട്ടു, മോനും മരണപ്പെട്ടു. എനിക്കിപ്പോൾ വന്നത് എൻ്റെ പേരക്കുട്ടി പിന്നെ എൻ്റെ പേരില 2 മക്കളായിട്ടാണ് വന്നത്. അതെന്തെങ്കിലും ഒരു പേരിൽ എൻ്റെ പേരിലാക്കിയിട്ടാണ്. ആദ്യ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. വില്ലേജ് ഓഫീസിൽ പോയി അവർ 5-6 വയസ്സ് അങ്ങനെ ഓരോ ഇത് ചോദിച്ചു. എനിക്കെങ്കിലും മലയാളം വായിക്കാനറിയില്ല, എഴുതാനറിയില്ല. ഞാനൊരു ഞാൻ സ്ഥിരം മരുന്ന് കഴിക്കണം. 1500 ഉറുപ്പിക എനിക്ക് 2 ആഴ്ച കൊണ്ട് മരുന്നിന് വേണം. എന്റെ ഭർത്താവാണെങ്കിൽ ഹാർട്ട് പേഷ്യന്റ് ആണ്, ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. എനിക്ക് രണ്ടാക്കും ഇപ്പൊ മരുന്നില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഒരു പണിയുള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. ദുരിതങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ കടുത്ത പ്രതിഷേധ പരിപാടിയിലേക്ക് നീങ്ങാനാണ് സമരക്കാരുടെ തീരുമാനം. സീ മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.